പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ്സിൽ ആദ്യത്തേത് ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കാൻ പോകുന്ന ഇവൻറ്റിൽ നിലവിൽ WWE പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ചു ഡീറ്റെയിൽസ് ഉണ്ട്. അതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് റോമൻ റീൻസ് എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവസാനത്തേത് റോമൻ റീൻസും ബ്രോക്ക് ലെസ്നറും ജോൺസണയ്ക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇത്തരത്തിൽ റെസ്ലിംഗ് ലോകത്തെ രസകരമായ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കാൻ പോകുന്ന ഈ ഞായറാഴ്ചത്തെ ഡിസംബർ 14 സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് നിലവിൽ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളെ നോക്കാം. സാധാരണ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ പഴയ WWF കാലഘട്ടത്തിലെ ഒരു റെട്രോ ടൈപ്പിലാണ് അവർ ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യത്തെ ഈ ഞായറാഴ്ചത്തെ ഇവൻറ്റിൽ അതൊരു മോഡേൺ പ്രീമിയം ലൈവ് ഇവൻ്റ് എൻട്രൻസ് ടൈപ്പിലേക്ക് അവർ മാറ്റുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ചിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ആദ്യമായി സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ കഴിയുന്നതിന് ശേഷം പോസ്റ്റ് ഷോ സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തുന്നുണ്ട്. അതായത് മെയിൻ ആയിട്ടുള്ള ഷോ അവസാനിച്ചതിന് ശേഷവും 1 മണിക്കൂർ അവർ പോസ്റ്റ് ഷോ നടത്തും. അപ്പോൾ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ അതിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. മറ്റൊന്ന്, നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് ഈ ഷോയിൽ ഒരു അപ്പിയറൻസ് നടത്താൻ സാധ്യത ഉണ്ടെന്ന് PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കിനെ ഈ SNME എന്ന് നമ്മൾ ഷോർട്ട് നെയിമിൽ വിളിക്കുന്ന ഈ ഒരു ഷോയിൽ നിലവിൽ മാച്ചോ മറ്റ് സെഗ്മെൻറ്റുകളോ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ CM പങ്ക് വന്നിട്ട് എന്താണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി നിർത്തുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ CM പങ്കിൻ്റെ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ജോൺസണയുടെ മത്സരം, ജോൺസണ വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മത്സരം അത് ഓപ്പണിംഗ് മാച്ച് ആയിട്ടാണോ മെയിൻ ഇവൻ്റ് മാച്ച് ആയിട്ടാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയം കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ഉണ്ടായേക്കും. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കുറേയധികം റൂമേഴ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോൺസണെ തന്നെ പറയുന്നത് ഈ ഒരു ഷോ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാച്ചോട് കൂടി വേണമെന്നുള്ളത് ഇൻ്റർവ്യൂവിൽ പറയുന്നതായി പലരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ WWE ബാക്ക് സ്റ്റേജിൽ ഉള്ളവർക്ക് തന്നെ ജോൺസണയുടെ മാച്ചോട് കൂടി ഈ ഷോ അവസാനിക്കുന്നതായിട്ട് ചെയ്യാനാണ് അവർക്ക് താല്പര്യം കൂടുതൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് അത് ഈ ഷോയുടെ മെയിൻ ഇവൻ്റ് മാച്ചായിട്ട് നടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, സാക്ഷാൽ ഡ്വെയ്ൻ ജോൺസൺ ദ റോക്കിൻ്റെ അപ്പിയറൻസിനെ സംബന്ധിച്ചാണ്. ഇതിനെ സംബന്ധിച്ചൊരു ആർട്ടിക്കിൾ WWE തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. റോക്ക് ജോൺസണിയെ ഹീലാക്കിയതും തുടർന്ന് റോക്ക് പിന്നീട് പോയതും ഇത് സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻറ്റിൽ റോക്കിൻ്റെ ഒരു തിരിച്ചുവരവിലേക്ക് നയിക്കുകയും അടുത്ത വർഷത്തെ റെസ്ൽമേനിയ 42 റോക്കും ജോൺസണും തമ്മിലുള്ള ഒരു മത്സരം നടന്നാൽ അതൊരു ഷോക്കിംഗ് ആയിരിക്കില്ല എന്നുള്ളത് അവർ ഒരു ഫാൻറ്റസി ബുക്കിംഗ് പോലെ അവരുടെ ആർട്ടിക്കിളായി വെബ്സൈറ്റിൽ കുറിച്ചിട്ടുണ്ട്. നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദ റോക്കിൻ്റെ അപ്പിയറൻസ് നടന്നാൽ പോലും റോക്ക് വേഴ്സസ് ജോൺസണ തമ്മിലുള്ള ഒരു മത്സരത്തിന് സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്ന അപ്ഡേറ്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ മറക്കരുത്, ഡിസംബർ 14 മറ്റന്നാൾ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കുകയാണ്. രാവിലെ 6:30 മുതൽ നമുക്ക് സോണി ചാനലുകളിലൂടെയും സോണി ലിവ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയും ഷോ ലൈവായി കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് റോമൻ റീൻസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. റോമൻ റീൻസ് സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന മൂവിയുടെ ഭാഗമായിട്ട് അതിൽ കുറച്ച് ഷൂട്ടിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. റോമൻ റീൻസിൻ്റെ കഥാപാത്രം ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. റോമൻ റീൻസിൻ്റേത് മാത്രമല്ല മറ്റൊരു WWE സൂപ്പർ സ്റ്റാർ, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ കഥാപാത്രവും ഈ ഒരു സിനിമയിൽ വലിയ പ്രാധാന്യമുള്ള ഒരു റോളാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി ഈ സിനിമയുടെ റിലീസ് ഡേറ്റൊക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു പ്രൊമോഷണൽ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കോഡി റോഡ്സും റോമൻ റീൻസും ഒരുമിച്ച് നിന്ന് ഒരു സെഗ്മെൻ്റൊക്കെ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇരുവരും സന്തോഷത്തിലാണ്. വലിയൊരു സിനിമയാണ് വരുന്നത്. ബിഗ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇൻഡസ്ട്രിയിലെ നിന്നുള്ള ആക്ടേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വമ്പൻ ക്യാൻവാസിലാണ് ഈ ഒരു പടം ഒരുങ്ങുന്നത്.
ഇപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ഒരു ഗ്രാൻഡ് റിലീസാണ് ഒക്ടോബർ മാസത്തിൽ അടുത്ത വർഷം 2026 സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന മൂവിക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനിലൊക്കെ റോമൻ റീൻസും കോഡി റോഡ്സും വളരെ ആക്റ്റീവാണ്. അവർ അവരുടെ റോള് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ റോമൻ റീൻസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്തായാലും റോമൻ റീൻസിൻ്റെ കഥാപാത്രം ഈ ഒരു സിനിമയിൽ വില്ലനാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. കോഡി റോഡ്സിന് ഒരു നായകൻ ടൈപ്പോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ക്യാരക്ടറോ അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു ആക്ഷൻ പടം റോമൻ റീൻസ്, കോഡി റോഡ്സ്, അതുപോലെ തന്നെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് താരമായ ഹിറോക്കി ഗോട്ടു തുടങ്ങിയവരൊക്കെ അഭിനയിച്ച ഒരു പടം 2026 ഒക്ടോബർ മാസം നമുക്ക് തിയേറ്ററുകളിലൂടെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു ഹ്യൂജ് അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരമായ ജോൺസണയ്ക്ക് വലിയൊരു ട്രിബ്യൂ റോമൻ റീൻസ്, ബ്രോക്ക് ലെസ്നർ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ കൊടുക്കുന്നത് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ WWE ഇന്നലെ രാത്രിയോടുകൂടി പുറത്തേക്ക് ഇറക്കിയത്. നിങ്ങളിൽ പല കൂട്ടുകാരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് വ്യക്തമായിട്ടുണ്ടാകും റോമൻ റീൻസ്, ബ്രോക്ക് ലെസ്നർ തുടങ്ങിയ ടോപ്പ് സൂപ്പർ സ്റ്റാർസിന് മാത്രമല്ല യങ് ടാലൻറ്റ്സ്, വെറ്ററൻ റെസ്ലേഴ്സ്, അതുപോലെ തന്നെ ക്രൂസ്, അതിപ്പോൾ ക്യാമറാമാൻ ആയാലും റെസ്ലേഴ്സ് ആയാലും അങ്ങനെ ഒരു വേർതിരിവില്ലാതെ എല്ലാവരും ജോൺസണയ്ക്ക് ഒരു ഫെയർവെൽ കൊടുക്കുന്നു, ജോൺസണയ്ക്ക് ഒരു ട്രിബ്യൂ കൊടുക്കുന്നു. അത് വെറും വാക്കുകളിലൂടെയല്ല. ജോൺസണയ്ക്ക് ഒരു ട്രിബ്യൂ കൊടുക്കുക എന്ന് പറയുമ്പോൾ ജോൺസണയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് ജസ്റ്റേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഹാൻഡ് സിഗ്നൽസ്, ജോൺസണയുടെ ഫേമസ് ആയിട്ടുള്ള ക്യാച്ച് പ്രൈസ്, ജോൺസണയുടെ ഹസ്റ്റിൽ, ലോയൽറ്റി, റെസ്പെക്റ്റ് എന്നുള്ള ആ ഒരു വേർഡ്സ്, ഇതെല്ലാം ഉപയോഗിച്ച് ജോൺസണയുടെ ഒരു സെല്യൂട്ട് അതൊക്കെയാണ് റോമൻ റീൻസ് ചെയ്യുന്നത്. അങ്ങനെ ജോൺസണയ്ക്ക് ഏതെല്ലാം രീതിയിൽ ഒരു ഫെയർവെൽ കൊടുക്കാൻ പറ്റുമോ ഒരു വീഡിയോയിൽ കുറച്ച് സെക്കൻഡുകൾ ഓരോരുത്തർക്കും ലഭിക്കുക. അവർ ആ ഒരു സെക്കൻഡുകൾ തന്നെ ജോൺസണയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നു. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിങ്ങും വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഫാൻ ഫൈറ്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ആരും ഏതെങ്കിലും ഒരു റെസ്ലറിനെ കുറ്റം പറയുന്നില്ല. എല്ലാവരും ജോൺസണയെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോൺസണയ്ക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്ത സൂപ്പർ സ്റ്റാർസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു വേർതിരിവില്ലാതെ എല്ലാവരും വുമൻസ് ഡിവിഷനിൽ നിന്നായാലും മെൻസ് ഡിവിഷനിൽ നിന്നായാലും ടോപ്പ് സൂപ്പർ സ്റ്റാർസ് ആയാലും മിഡ് കാർഡ് റെസ്ലേഴ്സ് ആയാലും അതുപോലെ ജോബേഴ്സ് ആയാലും അവരെല്ലാവരും ജോൺസണയ്ക്ക് ഒരു ട്രിബ്യൂ കൊടുക്കുന്നു. അപ്പോൾ ആരാധകർക്കിടയിൽ ജോൺസണയ്ക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം ബാക്ക് സ്റ്റേജിൽ റെസ്ലേഴ്സിൻ്റെ ഇടയിലും കിട്ടുന്നുണ്ട്. അതാണ് ജോൺസണ എന്ന് പറയുന്ന താരം ഈ റെസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടുമെന്നുള്ളതാണല്ലോ. അതാണ് നമുക്ക് അവിടെ ഇന്നലത്തെ ഒരൊറ്റ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.